ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും നമ്മുടെ പുതിയ മൈലാഞ്ചി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മൈലാഞ്ചി ഇട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലേറ്റാണ്, ഒരു പൊട്ടണ പ്ലേറ്റ്. പ്ലേറ്റിന് പകരം നിങ്ങൾക്ക് ടൈൽസ് യൂസ് ചെയ്താലും വളരെ നല്ലതായിരിക്കുള്ളൂ. ഇനിയിപ്പം അതൊന്നുമില്ല, പേപ്പർ ആണെന്നുണ്ടെങ്കിൽ പേപ്പർ തന്നെ വരച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ വരക്കുന്നത് പോലെ ഇത്തിരി സ്മൂത്തായിട്ട് നമുക്ക് പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ടൈൽസിൽ വരച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഡിസൈനിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈലാഞ്ചി കൊണ്ട് പോയിൻ്റ് ഭാഗം മാത്രം ആദ്യം പൊട്ടിച്ചിട്ട് വളരെ നേരിയതായിട്ട് ചെയ്തു തുടങ്ങിയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു ഡിസൈനിലാണ്. അതായത് ഒരു 1 വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ജിലേബി വരച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ രീതിയിലാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. അതിനുശേഷം അതിന് ചുറ്റുമായിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ വരക്കാം. പിന്നെ നമ്മൾ വരക്കേണ്ടത് ഇതുപോലെ പെറ്റൽസാണ് വരക്കേണ്ടത്. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വളഞ്ഞ രീതിയിലുള്ള പെറ്റൽസാണ് വരക്കേണ്ടത്. അപ്പം ഞാനിവിടെ 3 പെറ്റൽസ് വരക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ 2 എണ്ണം ആയിരിക്കും, ചിലപ്പോൾ 4 എണ്ണം ആകും. അതൊന്നും കുഴപ്പമില്ല, അതിന് ചുറ്റുമായിട്ട് വരച്ചെടുക്കണം. അങ്ങനെ ആ ഒരു ലെയർ കഴിഞ്ഞതിന് ശേഷം അടുത്ത ലെയർ അതിൻ്റെ മുകളിലായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഞങ്ങൾ ആദ്യം വരച്ചതിനേക്കാൾ ചിലപ്പോൾ കൂടുതലായിട്ട് പെറ്റൽസ് വരും. കാരണം ആദ്യം 3 എണ്ണം ആണെങ്കിൽ പിന്നെ വരക്കുമ്പോൾ ചിലപ്പോൾ 4 5 വരും. അപ്പോൾ ഇനി റോസിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ താഴെ ഒരു പെറ്റലും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ നേരിയതായിട്ടാണ് വരച്ചേക്കുന്നത്, അധികം തിക്കായിട്ട് വരക്കരുത്. അതിനുശേഷം നമുക്ക് നേരിയതായിട്ട് തന്നെ ഷെയ്ഡിങ് കൊടുക്കാം. വളരെ നേരിയതായിട്ട് തന്നെ കൊടുക്കണം. ഷെയ്ഡിങ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മൈലാഞ്ചി കോൺ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ സാധാരണ ഇങ്ങനെ കോൺ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്താൽ മതി. അതിൽ നിന്ന് ആ വരുന്ന കോൺ ആ മൈലാഞ്ചി മാത്രം മതിയാവും നമുക്ക്. അപ്പം അതുകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യേണ്ട. നമ്മൾ ഈ വരച്ച ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈനിൽ കാണുന്ന ആ മൈലാഞ്ചി തന്നെ മതിയാവും ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രസ് ചെയ്യാതെ തന്നെ വളരെ നേരിയതായിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡിങ് പഠിക്കാനായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലൊരു പ്ലേറ്റ് എല്ലാം കൈ പിടിച്ചിട്ട് നമ്മൾ വെറുതെ മൈലാഞ്ചി കോണും കൊണ്ടൊന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പഠിച്ചാൽ നമുക്കത് എളുപ്പമായി തോന്നും. കാരണം നമ്മളുടെ മൈലാഞ്ചി ഡിസൈനിന് മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഷെയ്ഡിങ്. അപ്പോൾ അത് ഷെയ്ഡിങ് എന്തായാലും അത് കറക്റ്റായിട്ട് തന്നെ പഠിക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ വരച്ച ഡിസൈനിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ലൈറ്റായിട്ട് വരച്ച്, അതായത് തിന്നായിട്ട് വരച്ച് അതിനുശേഷം ഷെയ്ഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ ഡാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ പെറ്റൽസ് എല്ലാം ഡാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫാണ് വരക്കണത്. അപ്പോൾ ലീഫ് വരക്കണ സമയത്ത് നമ്മളുടെ ലീഫിൻ്റെ ആ പോയിൻ്റ് ഭാഗം നല്ല പോയിൻ്റായിട്ട് തന്നെ വന്ന രീതിയിൽ അതേപോലെ വേണം വരാനായിട്ട്. അതിനുശേഷം 2 ലൈന് അതിൻ്റെ ഉള്ളിലായിട്ട് വരച്ചു കൊടുത്ത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ നരമ്പ് പോലെ ആ വെയിൻസ് വരക്കൂലേ, നേരിയ ലൈൻസ് വരക്കൂലേ, ആ ലൈൻസ് എപ്പോഴും മുകളിലേക്ക് തന്നെ ആവണം. നമ്മൾ ഇലകൾ കാണുമ്പോൾ അതിൻ്റെ ലൈൻസ് എപ്പോഴും ശ്രദ്ധിച്ച് നോക്കണം, എല്ലാം മുകളിലേക്കായിരിക്കും. അത് താഴത്തോട്ട് വരച്ചാൽ ആ പൂക്കളുടെ ഞങ്ങൾ വരക്കുന്ന ഡിസൈൻ്റെ ഭംഗി തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലീഫിൻ്റെ ലൈൻസ് എല്ലാം മുകളിലേക്ക് തന്നെ വരക്കണം. ഇനി അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഒരു ലീഫ് വരക്കണത്. അപ്പം അതിൻ്റെ പകുതിയായിട്ട് ഒരു ലീഫ് വരക്കണുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. വരക്കണത് എപ്പോഴും ഭംഗിയിൽ വരക്കാൻ നോക്കണം, നീറ്റായിട്ട് വരക്കാൻ നോക്കണം. നമ്മളെപ്പോഴും മൈലാഞ്ചി ഇടുന്ന സമയത്ത് അതിങ്ങനെ തുടച്ച് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരുന്നാൽ അത് നമുക്കതൊരു ഫിനിഷിങ്ങായി വരില്ല, അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ മൈലാഞ്ചി ഇടുന്ന സമയത്ത് എപ്പോഴും മായ്ച്ചുകൊണ്ട് ഇരിക്കാതെ തന്നെ എപ്പോഴും നീറ്റാക്കി ഇടാൻ പഠിക്കണം. അപ്പോൾ ഞാൻ 2 ലീഫ് വരച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിട്ടാണ് ഞാൻ നെക്സ്റ്റ് ലീഫ് വരക്കുന്നത്. ഇനി സെയിം അതുപോലെ തന്നെ നമ്മളുടെ ആ ലൈൻസ് എല്ലാം വരച്ചതിന് ശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ലീഫിൻ്റെ ഔട്ട്ലൈൻ വരക്കുന്ന സമയത്ത്, ഡാർക്ക് ചെയ്യുന്ന സമയത്ത് ലീഫിൻ്റെ ആ പോയിൻ്റ് ഭാഗം, അതിൻ്റെ തുമ്പ് ഭാഗം നമ്മൾ ഡാർക്ക് ചെയ്യണില്ല. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് ഡാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. നേരത്തെ അപ്പുറത്തെ സൈഡിൽ വരച്ചതുപോലെ തന്നെ ഞാൻ ഇവിടെയും 2 ലീഫാണ് വരക്കുന്നത്. അപ്പോൾ ഒരു ലീഫിൻ്റെ ബാക്കിലിരിക്കുന്ന രീതിയിലാണ് വരക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഹാഫ് ഭാഗം കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫുള്ളായി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഹാഫ് ആണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി കിട്ടും. അപ്പോൾ ഇത്രയും വരച്ചതിന് ശേഷം ഞാൻ ഈ സൈഡിലായിട്ട് ഒരു വള്ളി പോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ലൈൻ പോലെ കൊടുത്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഒന്ന് മൈലാഞ്ചി കോൺ പ്രസ് ചെയ്തിട്ട് മുകളിലേക്കായിട്ട് വലിക്കാം. നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം മുകളിലേക്കായിട്ട് വരയ്ക്കുമ്പോഴാണ് ഇതുപോലത്തെ ഡിസൈൻ കിട്ടുന്നത്.
അപ്പോൾ ഇനി ഗ്യാപ്പുള്ള സ്ഥലങ്ങൾ ഞാൻ ഇതുപോലെ വീണ്ടും ചെറിയ വള്ളികളാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഞാൻ ചെയ്യണത് പോലെ തന്നെ ചെയ്തിട്ടാണ് എനിക്ക് നോട്ട്സ് സെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ അപ്പുറത്തെ ഭാഗം കുറച്ച് കൂടുതൽ ഉള്ളുണ്ടിട്ട് അവിടെ വീണ്ടും വള്ളി മറ്റേ ആദ്യം ചെയ്ത പോലത്തെ കുറച്ച് വലിയ വള്ളി, അതായത് 3 ലൈൻ വരച്ചിട്ട് ഞങ്ങൾ നേരത്തെ മൈലാഞ്ചി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വലിച്ചത് കാണിച്ചില്ലേ, അതുപോലെ തന്നെ ചെയ്യണം. ഇനി ഞാൻ ഇവിടെ 3-4 ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിട്ടാലും കുറച്ച് ഭംഗിയായിരിക്കും. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ച് സ്ഥലം കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ 3 ചെറിയ വള്ളികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അവിടെ ഒന്നും ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. കാരണം ഈ ഒരു ഡിസൈൻ കൊണ്ടിട്ട് തന്നെ നമുക്ക് നമ്മുടെ കൈ നിറയെ ഇടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളുമാണ്, വളരെ നമുക്ക് ഹെവി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്